തീവ്രവാദ കേസ് പ്രതികളും കൊടും കുറ്റവാളികളും ഉൾപ്പെടെ കഴിയുന്ന വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിൽ. അവിടെ ജയിൽ ഉദ്യോഗസ്ഥനെ തടവുകാർ മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ കഴിഞ്ഞ ദിവസം വിയ്യൂരിലെ ജയിലിൽ ഉദ്യോഗസ്ഥനെ തടവുകാർ മർദ്ദിച്ചെന്ന സംഭവം ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ ആ വാർത്ത കള്ളക്കഥയെന്നാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സിന്റെ ആരോപണം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനെയും NIA തടവുകാരൻ മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന് ആക്രമിച്ചെന്ന പരാതിക്കെതിരെയാണ് സംഘടന രംഗത്ത് വന്നത്. മനോജിനെയും അസറുദ്ദീനെയും ക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥർ അവർക്ക് ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. സമയം കഴിഞ്ഞിട്ടും സെല്ലിൽ കയറാത്ത തടവുകാരോട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവ് സെല്ലിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രകോപിതരായെന്നും മനോജും അസറുദ്ദീനും ചേർന്ന് മർദ്ദിച്ചെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരം. അഭിനവിനെ ആക്രമിക്കുന്നത് കണ്ട് മറ്റൊരു തടവുകാരൻ ഓടിയെത്തിയെന്നും ആക്രമണം തടയാൻ ശ്രമിച്ച അയാൾക്കും മർദ്ദനമേറ്റുവെന്നും ജയിലധികൃതർ അറിയിച്ചിരുന്നു. ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്കുകൾ സാരമുള്ളതല്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഇതിനെതിരെയാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് രംഗത്ത് വന്നത്. തടവുകാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയ ഉദ്യോഗസ്ഥർ 1.5 മണിക്കൂറോളം ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. വിവരം പുറത്തുവരാതിരിക്കാനാണ് വ്യാജ വാർത്ത നൽകിയത്. ക്രൂരമർദ്ദനം നേരിട്ട മനോജിനും അസറുദ്ദീനും ജയിൽ വകുപ്പ് ചികിത്സ നിഷേധിച്ചു. അവശ്യനിലയിലായ ഇരുവരെയും അതീവ രഹസ്യമായി മണിക്കൂറുകൾക്കകം ജയിൽ മാറ്റിയെന്നും സംഘടനാ ചെയർപേഴ്സൺ ഷൈന രൂപേഷ് പറയുന്നു. തടവുകാരനോട് വളരെ അസഭ്യമായിട്ടുള്ള ഭാഷയിൽ തെറി വിളിച്ചിട്ട് കാർഡ എന്നുള്ള തരത്തിൽ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ തെറി വിളിക്കരുത്, നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റെ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കുക, അങ്ങനെയാണ് സാറ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ കൂടുതൽ തെറി പറയുകയും ഭയങ്കര പ്രകോപിതനാവുകയും ചെയ്തു. അപ്പോൾ ഈ ബഹളം കേട്ടിട്ട് എന്താണെന്ന് തൊട്ടടുത്ത സെല്ലിലുണ്ടായിരുന്ന മനോജ് വന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മനോജിനോട് ഇയാൾ വീണ്ടും മനോജിനോട് ഭയങ്കര അസഭ്യം പറഞ്ഞു. മനോജിൻ്റെ അമ്മയ്ക്കൊക്കെ വിളിച്ചു മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ മനോജ് നിങ്ങളിങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രതികരണമായിട്ട് ഇയാൾ മനോജിൻ്റെ മുഖത്തടിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തലും അങ്ങനെ ഉണ്ടായി. ഇരുവർക്കും ചികിത്സ നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംഘടന. ന്യൂസ് 18 തൃശൂർ.